അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് അതിലെ 4ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിൽ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ഡേഷ് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബിൽ ഖൗലി സാബിത്തി. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. 2. ഇന്നൽ മയ്യിത ഡേഷ് ഖർഅനി ആലിഹിം. അവിടെ പൂരിപ്പിക്കേണ്ടത് ലയസ്മഉ. ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅനി ആലിഹിം. 3. മയ്യിത്ത് ഖബറിൽ ഡേഷ് സഹായം തേടുന്നവനെ പോലെയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളത്തിൽ മുങ്ങി. മയ്യിത്ത് ഖബറിൽ വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ്. 4. അൻസാറുകൾ ഡേഷ് അടുത്തു വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖബറിന്റെ. അൻസാറുകൾ ഖബറിന്റെ അടുത്തു വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. ഖബറിൽ ചോദിക്കും. അതിന് ശരിയായത് സി മലക്കുകൾ. 2. ഖബറിൽ സ്വർഗീയാനന്ദം ലഭിക്കുന്നവർ. അതിന് ശരിയായത് ഡി സത്യവിശ്വാസികൾ. 3. ഖബറിൽ നരകയാതന അനുഭവിക്കുന്നവർ. അതിന് ശരിയായത് എ സത്യനിഷേധികൾ. 4. ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അതിന് ശരിയായത് ബി അൻസാറുകൾ. സി ഡി എ ബി. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഖബറിൽ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് എന്ത് സംഭവിക്കും? ഉത്തരം: അവർക്ക് സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടും. അതിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. ഖബർ വിശാലമാകും. 2ാമത്തെ ചോദ്യം: ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? ഉത്തരം: അവരെ മലക്കുകൾ ശിക്ഷിക്കും. മയ്യിത്ത് ആർത്ത് കരയും. മനുഷ്യരും ജിന്നുകളുമല്ലാത്തവരെല്ലാം ആ കരച്ചിൽ കേൾക്കും. 3ാമത്തെ ചോദ്യം: ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉത്തരം: മരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനാണ് വേർപെടുന്നതെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തിരിച്ചറിവാണ് വേർപെടുന്നത്. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.